നമസ്കാരം. പോയ വർഷം നിരവധി വിവാദ വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന PV അൻവർ ഈ വർഷവും നിരന്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ മുന്നിലാണ്. ഏറ്റവും ഒടുവിലാകട്ടെ MLA സ്ഥാനത്ത് നിന്നുള്ള അദ്ദേഹത്തിന്റെ രാജി വാർത്തയാണ് തലക്കെട്ട് തീർത്തത്. വലിയ വിവാദങ്ങൾക്കൊടുവിൽ നിലമ്പൂർ MLA PV അൻവർ തന്റെ MLA സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെത്തി സ്പീക്കർ AN ഷംസീറിനെ കണ്ടാണ് രാജിക്കത്ത് കൈമാറിയത്. ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തതിനു പിന്നാലെയാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. 30 വർഷത്തോളം കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ 2 തവണ അട്ടിമറി വിജയം നേടി ചരിത്രം കുറിച്ച അൻവർ ഇതോടെ ഇടതുപക്ഷവുമായുള്ള ബന്ധം ഔദ്യോഗികമായി വേർപെടുത്തി. പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ച് CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും യുദ്ധപ്രഖ്യാപനം തുടങ്ങിയ അൻവർ 14 വർഷത്തിന് ശേഷമാണ് ഇടതുപക്ഷവുമായുള്ള ബന്ധം വേർപെടുത്തുന്നത്. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിലെ ഔദ്യോഗിക ഇടത് സ്ഥാനാർത്ഥിയെ 4ാം സ്ഥാനത്തേക്ക് തള്ളിയായിരുന്നു PV അൻവർ തന്റെ രാഷ്ട്രീയ എൻട്രി ശ്രദ്ധേയമാക്കിയത്. അന്ന് അൻവറിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം 2016 നിലമ്പൂർ പിടിച്ചെടുക്കാൻ അൻവറിനെ ചുമതലയേൽപ്പിക്കുകയായിരുന്നു. അത് ചരിത്രമാവുകയും ചെയ്തു. 2016 നിലമ്പൂർ പിടിച്ചെടുത്ത PV അൻവർ 2021 ഇത് ആവർത്തിച്ചതോടെ മണ്ഡലം അൻവറിന്റെ കുത്തകയായി മാറി. 2016 അപേക്ഷിച്ച് 2021 വലിയ വോട്ട് ചോർച്ച മണ്ഡലത്തിൽ അൻവറിനുണ്ടായെങ്കിലും വിജയം തുടരാനായത് ഇടതുപക്ഷത്തിന് ഏറെ ആശ്വാസമായിരുന്നു. AICC അംഗവും എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PV ഷൗക്കത്ത് അലിയുടെ മകനായ അൻവർ കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. KSUI സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, ഡെമോക്രാറ്റിക് ഇന്ദിര കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ച അൻവർ 2014 വയനാട് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായും 2019 ഇടത് സ്വതന്ത്രനായി പൊന്നാനിയിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് MLA സ്ഥാനം രാജിവെക്കാനുള്ള അൻവറിന്റെ തീരുമാനം. രാജിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് MLA ബോർഡും നീക്കം ചെയ്തിരുന്നു. ഈ കാറിലാണ് അദ്ദേഹം സ്പീക്കറെ കാണാനെത്തിയത്. അൻവറിന് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാംഗത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേറ്റ സ്ഥിതിക്ക് അൻവറിന് നിയമസഭാ അംഗത്വത്തിൽ തുടരാൻ നിയമപരമായി തടസ്സങ്ങളുണ്ടായിരുന്നു. രാജിവെച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം തൃണമൂൽ നേതൃത്വം നൽകി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇടതുപക്ഷത്തിൽ നിന്ന് അകന്ന അൻവറിനെ UDF ഒപ്പം കൂട്ടും എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതിനെല്ലാം വിരാമമിട്ടാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. തൃണമൂൽ നേതാവ് എന്ന നിലയിൽ അൻവർ ആടാൻ പോകുന്ന വേഷങ്ങൾ എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ കാണാം.